സുഹൃത്തുക്കളെ, ബംഗ്ലാദേശ് മുൻനിർത്തിയാണ് നമ്മളിവിടെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. 1947 പാകിസ്ഥാൻ നിലവിൽ വന്നത് ഒരു മുസ്ലിം രാഷ്ട്രമായിട്ടാണ്. മുസ്ലിങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രം ആവശ്യമാണ് എന്ന വാദം ഉയർത്തിയാണ് 1947 മുമ്പ് മുസ്ലിം ലീഗും അതിൻ്റെ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയുമൊക്കെ രംഗത്ത് വന്നത്. അതായത് മതത്തിൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇസ്ലാം മതത്തിൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പക്ഷേ 25 കൊല്ലം പൂർത്തിയാക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ടു. പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ പാകിസ്ഥാനുമായും കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശുമായി മാറി 1971 ഡിസംബറിൽ. 1971 ഡിസംബർ 16 അതിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമോചന പോരാട്ടം വിജയം കണ്ടത്. ആ സംഭവം സൂചിപ്പിക്കുന്നത് എന്താണ്? മതത്തിന് ഒരു ജനതയെ ഒന്നിച്ചു നിർത്താൻ കഴിയില്ല എന്ന്. ഇസ്ലാം മതത്തിന്റെ പേരിൽ 1947 പാകിസ്ഥാൻ നിലവിൽ വന്നു. പക്ഷേ 24 വർഷം പിന്നിടുമ്പോൾ അത് രണ്ടായി മാറി. അതിന് കാരണം എന്തായിരുന്നു? കിഴക്കൻ പാകിസ്ഥാനിലെ, ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ പറഞ്ഞത് പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ മേധാവിത്വം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ മേധാവിത്വം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഭാഷയെയും അവരുടെ മതപരമായ വീക്ഷണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക സംസ്കാരമുണ്ടായിരുന്നു. ഇപ്പുറത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് ബംഗാളി ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള സംസ്കാരമാണ്. ബംഗാളി ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള സംസ്കാരവും പാകിസ്ഥാനിലെ ഉറുദു ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള സംസ്കാരവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഫലമായിട്ടാണ് 1971 പാകിസ്ഥാൻ എന്ന മുസ്ലിം രാഷ്ട്രം രണ്ടായി വിഭജിക്കപ്പെട്ടത്. പാകിസ്ഥാൻ നിലവിൽ വന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന പേരിലാണ്. എന്നാൽ ബംഗ്ലാദേശ് നിലവിൽ വന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്ന പേരിലാണ്. കാരണം ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഒരു മതപക്ഷവാദിയായിരുന്നില്ല, അദ്ദേഹം മതേതരവാദിയായിരുന്നു. അദ്ദേഹം ബംഗ്ലാദേശീയവാദിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തെ പലരും വിശേഷിപ്പിക്കുന്നത് മുജീബിസം എന്നാണ്. നമ്മളൊക്കെ ഇസ്ലാമിസത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ. ഇസ്ലാമിസം എന്ന വാക്ക് ഒരു പക്ഷേ മുജീബ് റഹ്മാൻ ജീവിച്ചിരുന്ന കാലത്ത് അത്ര ഭാഷയിൽ ഇടം നേടിയിരുന്നില്ല. അതെന്തായാലും ശരി, ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഇസ്ലാമിസത്തിൻ്റെ പക്ഷത്ത് നിന്ന ആളല്ല, അദ്ദേഹം സെക്യുലറിസത്തിൻ്റെ പക്ഷത്ത് നിന്ന ആളാണ്. ഇതാണ് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. പിന്നീട് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി, അതൊക്കെ വേറെ കാര്യങ്ങളുമാണ്. പക്ഷേ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാക്ഷാൽ ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഒരു സെക്യുലറിസ്റ്റായിരുന്നു, മതേതരവാദിയായിരുന്നു. എവിടെ മതേതരവാദം തളരുകയോ തകരുകയോ ചെയ്യുന്നുവോ അവിടെ രംഗം കൈയടക്കുന്നത് മതപക്ഷവാദികളും മതതീവ്രവാദികളുമാണ്. അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ സമീപകാല ചരിത്രത്തിലുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1979 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു റവല്യൂഷൻ നടന്നു, കലാപം നടന്നു.
അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് ഷിയ മുസ്ലിം പുരോഹിതനായ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയായിരുന്നു. അതുവരെ ഈ വിപ്ലവം നടക്കുന്നതുവരെ 1979 ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവം നടക്കുന്നതുവരെ ഇറാനിൽ ഭരണം നടത്തിയിരുന്നത് ഷാ പഹ്ലവി എന്ന രാജാവാണ്. പക്ഷേ ഷാ പഹ്ലവി രാജാവാണ്, അദ്ദേഹം ഏകാധിപതിയാണ്. പക്ഷേ ഷാ പഹ്ലവി എന്ന ആ രാജാവ് മതേതരവാദിയായിരുന്നു. 1979 ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത് വരെ ഈ പഹ്ലവി രാജഭരണത്തിൻ്റെ കാലത്ത് ഇറാനിൽ നിലനിന്നത് മതേതര ഏകാധിപത്യമാണ്. വേണമെങ്കിൽ സെക്യുലർ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. കാരണം ഷാ പഹ്ലവി ഏകാധിപതിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം മതേതരമായ ഏകാധിപത്യമാണ്. പിന്നീട് അവിടെ നിലവിൽ വന്നത് ആയത്തുള്ള ഖൊമേനി വന്നപ്പോൾ നിലവിൽ വന്നത് മതപരമായ ഏകാധിപത്യം, റിലീജിയസ് ഡിക്റ്റേറ്റർഷിപ്പ് വന്നു. ഷിയ മുസ്ലിങ്ങളുടെ ഡിക്റ്റേറ്റർഷിപ്പ് വന്നു ഇറാനിൽ. എന്താണ് സംഭവിച്ചത്? ഷാ പഹ്ലവി എന്ന രാജാവ്, മതേതരവാദിയായിരുന്ന രാജാവ് ഇറാൻ ഭരിച്ചിരുന്ന കാലത്ത് അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ആരും വാദിക്കില്ല. പക്ഷെ മതം നോക്കി അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തപ്പെട്ടിരുന്നില്ല. അദ്ദേഹം തന്നെ എതിർത്ത ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ജയിലിലടക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷാ പഹ്ലവി. പക്ഷെ ആയത്തുള്ള ഖൊമേനി വന്നതിന് ശേഷം അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം തൻ്റെ മതത്തിന് പുറത്ത് നിൽക്കുന്നവരെയും തൻ്റെ മതം മുന്നോട്ട് വെക്കുന്ന ചിന്താ പദ്ധതിക്കെതിരായിട്ടുള്ള ചിന്താ പദ്ധതികൾ പിന്തുടരുന്നവരെയും വേട്ടയാടി. കമ്മ്യൂണിസ്റ്റുകാർ, ഇറാനിലെ തൂതേ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവത്തിന് അനുകൂലമായിട്ട് നിന്ന പാർട്ടിയാണ്. കാരണം അദ്ദേഹം, ആ പാർട്ടിയും ഷാ പഹ്ലവിയുടെ ദുർഭരണത്തിന് ഏകാധിപത്യത്തിനെതിരായിരുന്നു. അതുകൊണ്ട് അവർ വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവം നടന്നാൽ ഇവിടെ ജനാധിപത്യം പുലരുമെന്ന്. ജനാധിപത്യം പുലർന്നില്ല എന്ന് മാത്രമല്ല, വിപ്ലവ സമയത്ത് തന്നെ സഹായിച്ച തൂതേ പാർട്ടിക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവരെ കൊല്ലുകയോ ജയിലിലടക്കുകയോ ചെയ്തു. ഷിയ ഭൂരിപക്ഷ രാജ്യമാണ് ഇറാൻ. അവിടുത്തെ ന്യൂനപക്ഷം ആരാ? ഇറാനിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 90% ഷിയ മുസ്ലിങ്ങളാണ്. അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങളാണ്. ആയത്തുള്ള ഖൊമേനി വേട്ടയാടിയത് അവിടെ ഹിന്ദുക്കളില്ല, അവിടുത്തെ സുന്നി മുസ്ലിങ്ങളെയാണ്. കാര്യമായി വേട്ടയാടിയത് സുന്നി മുസ്ലിങ്ങളെയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സൽമാൻ റുഷ്ദിയുടെ നോവൽ വന്നു, സെറ്റാനിക് വേഴ്സസ്. അത് വരുന്നത് 1988 1989 ഈ ആയത്തുള്ള ഖൊമേനി അന്തരിക്കുന്നത്. അതിന് ഒരു വർഷം മുമ്പ് സെറ്റാനിക് വേഴ്സസ് വന്നപ്പോൾ, മുസ്ലിമായ സൽമാൻ റുഷ്ദി എഴുതിയ സെറ്റാനിക് വേഴ്സസ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ, മുസ്ലിമായ സൽമാൻ റുഷ്ദിയെ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ അദ്ദേഹം തൻ്റെ അനുയായികളെ ആഹ്വാനം ചെയ്തു. വൻ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കൂട്ടത്തിൽ സൽമാൻ റുഷ്ദി മുസ്ലിമായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ മതപരമായ ഐക്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ എവിടെയുമില്ല. രണ്ടാമത്തെ ഉദാഹരണം, 1996 ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറി എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ 75% ഭാഗത്ത് താലിബാൻ 1990 അധികാരം പിടിച്ചെടുത്തു. എന്നിട്ട് ആ സംഘം ചെയ്തത് എന്താണ്? അവിടെ സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു. ആരാണ് ഭൂരിപക്ഷം അഫ്ഗാനിസ്ഥാനിൽ? മുസ്ലിങ്ങൾ. 95% മുസ്ലിങ്ങളുടെ രാജ്യത്ത് അവിടെ മുസ്ലിം സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു. അവർ പഠിക്കാൻ പാടില്ല, അവർ സ്കൂളിൽ പോകാൻ പാടില്ല, അവർ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങുകയാണെങ്കിൽ കണ്ണൊഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറയ്ക്കുന്ന പർദ്ദ ധരിച്ച് ഏറ്റവും അടുത്ത ബന്ധു ആയ പുരുഷന്റെ കൂടെ പുറത്തു പോകാം, അത്രയേ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചു. താലിബാൻ വേട്ടയാടിയത് അവിടുത്തെ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ബുദ്ധമതക്കാരെയോ എന്നതിലേറെ അവിടുത്തെ മുസ്ലിങ്ങളെയാണ്.
വീണ്ടും അധികാരത്തിൽ വന്നു. ഈ 4 വർഷം മുമ്പ് 2020 വീണ്ടും രണ്ടാം താലിബാൻ ഗവൺമെന്റ് വന്നു. 100% അഫ്ഗാനിസ്ഥാൻ അവിടെ കയ്യിലാണ്. എന്താ അപ്പം അവിടുത്തെ സ്ഥിതി? മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, പുരുഷന്മാർക്കും സ്വാതന്ത്ര്യമില്ല. ആരൊക്കെ ആ ഭരണത്തെ എതിർക്കുന്നുവോ അവരൊക്കെ ഒന്നുകിൽ ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ കൊല്ലും. മതപരമായിട്ടുള്ള ഒരു കാര്യവും അവരാരും നോക്കുന്നില്ല. തങ്ങൾ എതിർക്കുന്നോ കൊല്ലും. മുസ്ലിമാണോ അമുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും നോക്കിയല്ല താലിബാൻ പെരുമാറുന്നത്. മൂന്നാമത്തെ ഉദാഹരണം, 2003 തുർക്കിയിൽ റജിബ് തയ്യബ് എർദോവാൻ എന്ന ഇസ്ലാമിസ്റ്റ് അധികാരത്തിൽ വന്നു. ആദ്യം പ്രധാനമന്ത്രിയായി, പിന്നീട് പ്രസിഡന്റായി, ഇപ്പോഴും പ്രസിഡന്റായി. 20-21 കൊല്ലമായിട്ട് ഇപ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്നത് ഈ റജിബ് തയ്യിബ് ഉർദുഗാൻ എന്നാണ് മലയാളത്തിൽ പലരും എഴുതാൽ. അദ്ദേഹത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ എർഡോഗൻ എന്ന് എഴുതും, യഥാർത്ഥ ഉച്ചാരണം എർദോവൻ എന്നാണ്. ഈ എർദോവൻ 21 കൊല്ലമായിട്ട് തുർക്കിയിൽ ഭരണം നടത്തുന്നു. എർദോവൻ ഇസ്ലാമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി AK പാർട്ടി, ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി എന്ന് വിചാരിക്കുമ്പോൾ എന്തോ മുന്തിയ പാർട്ടിയാന്ന് വിചാരിക്കും. ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ്. അതായത് ഇസ്ലാമിക ഭരണം നടപ്പാക്കണം എന്നാഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അദ്ദേഹം വന്നു. തുർക്കിയിൽ എത്ര പേരെയാണ് തുറുങ്കിലടച്ചത്, എത്ര പേരെയാണ് കൊന്നൊടുക്കിയത്. അദ്ദേഹം കൊന്നെടുക്കുന്നത് മതം നോക്കിയല്ല, തന്നെ എതിർക്കുന്ന ലിബറൽ മുസ്ലിങ്ങളെ മുഴുവൻ അദ്ദേഹം നിഷ്കാസനം ചെയ്യുന്നു. എല്ലായിടത്തും അതല്ലേ സംഭവിക്കുന്നത്. ലിബറൽ മുസ്ലിങ്ങളെ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടവും പൊറുപ്പിക്കില്ല. നമ്മുടെ കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണവുമില്ലല്ലോ. ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഭരിച്ചത്. എന്നിട്ട് ഇവിടെ മൗലവി ചേകനൂർ എന്ന് പറയുന്ന മതപണ്ഡിതനെ കൊലപ്പെടുത്തി. ആരാ കൊന്നത്? RSSകാരല്ല, നേരെ മറിച്ച് മുസ്ലിം വർഗീയവാദികളാണ് കൊന്നത്. അപ്പോൾ അവിടെയൊന്നും മതം നോക്കുന്നില്ല. സ്വാമിജി ഇവിടെ പറയുകയുണ്ടായി, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ചരിത്രത്തിലേക്ക് വസ്തുനിഷ്ഠമായി നാം തിരിഞ്ഞു നോക്കണം. മതവൈകാരികത മാറ്റിവെച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മൾ ഇവിടെ ഇസ്ലാമിക ചക്രവർത്തിമാർ വന്നു, രാജാക്കന്മാർ വന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ മുസ്ലിം ആക്രമണകാരികൾ വന്നു എന്നത് ശരിയാണ്. മുസ്ലിം ആക്രമണകാരികൾ വന്നിട്ട് എന്താ ചെയ്തത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണകാരിയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ ബാബർ. 1526 ഇന്ത്യയിൽ വന്നിട്ട് പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന രാജാവിനെ തോൽപ്പിച്ച് കീഴ്പ്പെടുത്തി കൊന്നതിന് ശേഷമാണ് ബാബർ എന്ന ഈ മുസ്ലിം ആക്രമണകാരി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അസ്ഥിവാരമിട്ടത്. അദ്ദേഹം പാനിപ്പത്തിൽ വെച്ച് യുദ്ധം ചെയ്ത ആരോടാ? ബാബർ എന്ന മുസ്ലിം ആക്രമണകാരി പാനിപ്പത്തിൽ യുദ്ധം ചെയ്തത് ഏതെങ്കിലും ഹിന്ദു രാജാവിനോടല്ല, നേരെ മറിച്ച് ഇബ്രാഹിം ലോഡി എന്ന ഡൽഹി സുൽത്താൻ ഭരണത്തിലെ അവസാനത്തെ കണ്ണിയോടാണ്. ഇബ്രാഹിം ലോഡി എന്ന മുസ്ലിം ചക്രവർത്തിയെ തോൽപ്പിച്ചിട്ടാണ് മുഗൾ സാമ്രാജ്യത്തിന് അസ്ഥിവാരമിടുന്നത്. അവിടെ മതമുണ്ടോ? അധികാരമാണ് പ്രശ്നം. ബാബർ അപ്പുറത്ത് നിൽക്കുന്ന ഇബ്രാഹിം ലോഡിയാണ് തന്റെ മതക്കാരനാണെന്ന് വിചാരിച്ചിട്ട് യുദ്ധം ചെയ്യാറിഞ്ഞിട്ടില്ല. അദ്ദേഹം യുദ്ധം ചെയ്തു, തോൽപ്പിച്ചു. പിന്നീടുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഔറംഗസീബ്, നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഈ പേരുകളിടുമ്പോൾ പല രാജാക്കന്മാരുടെയൊക്കെ പേരിടാറുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ നമുക്ക് കാണാം പേരിടുമ്പോൾ ഷാജഹാൻ എന്ന പേരിടുന്ന ഒരുപാട് മുസ്ലിം രക്ഷാകർത്താക്കളുണ്ട്. അക്ബർ, മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ, ആ പേരിടുന്നതും കാണാം. അതുപോലെ ജഹാംഗീറിന്റെ പേര് സലീം, ഈ പേരൊക്കെ ഇടുന്ന ആൾക്കാരെ കാണാം. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യയിൽ ഒരൊറ്റ മുസ്ലിം കുടുംബത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഔറംഗസീബ് എന്ന് പേരുള്ള ഒരു കുട്ടിയെ. കാരണം എന്താണ്? ഔറംഗസീബ് എന്ന കുട്ടിയെ, ആ ഒരു പേര് കുട്ടിക്ക് മുസ്ലിം രക്ഷിതാക്കൾ പോലും നൽകാത്തത് ഔറംഗസീബ് അത്രയും വെറുക്കപ്പെട്ടവനായതുകൊണ്ടാണ്. എന്താണ് കാരണം ഷാജഹാന്റെ 4 പുത്രന്മാരിൽ ഇളയവനായിരുന്നു ഔറംഗസീബ്. ഈ ഔറംഗസീബ് അല്ല ഷാജഹാന്റെ മരണശേഷം ചക്രവർത്തി ആകേണ്ടത്.
പക്ഷേ അധികാര ദുരമൂത്ത ഔറംഗസീബ് തൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ദാരാ ഷിക്കോ എന്ന ജ്യേഷ്ഠൻ ഉപനിഷത്തുകൾ സാൻസ്ക്രിറ്റിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ മുൻകൈയെടുത്ത ദാരാ ഷിക്കോയെ ആദ്യം കൊന്നു. വേറെ 2 സഹോദരന്മാരുണ്ടായിരുന്നു. മുറാദിനെ കൊന്നു, മറ്റൊരു സഹോദരനെ കൊന്നു. മാത്രവുമല്ല, സ്വന്തം പിതാവ് ഷാജഹാനെ ആഗ്ര കോട്ടയിൽ തടവിലിട്ടു. അങ്ങനെ അധികാരം പിടിച്ചടക്കുന്നത് ഔറംഗസീബ്. മതമുണ്ടോ അവിടേക്ക്? മതം പോയിട്ട് സാഹോദര്യമുണ്ടോ അവിടേക്ക്? പിതൃസ്നേഹമുണ്ടോ അവിടേക്ക്? എന്തിനോട് മാത്രം സ്നേഹം? അധികാരത്തോട് മാത്രം. അങ്ങനെയല്ലേ നാം കാണുന്നത്? ഏറ്റവും ഒടുവിൽ സിറിയ, 2 ദിവസം മുമ്പാണ് സിറിയയിൽ മുസ്ലിമായ ബഷാറുൽ അസദ് നീക്കം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് ഓടിപ്പോകേണ്ടി വന്നു. റഷ്യയിലാണെന്നാണ് നമ്മൾ ഇന്നത്തെ പത്രത്തിൽ വായിച്ചത്. അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ആരാണ് അദ്ദേഹത്തെ ഓടിച്ചത്? അദ്ദേഹത്തെ ഓടിച്ച ഏതെങ്കിലും ക്രിസ്ത്യാനിയാണോ? ഏതെങ്കിലും ഹിന്ദുവാണോ? ഏതെങ്കിലും പാർസിയാണോ? അല്ല. അദ്ദേഹത്തെ ഓടിച്ചത് അബു മുഹമ്മദ് ജോലാനി എന്ന 1ാം തരം മുസ്ലിമാണ്. മുസ്ലിമായ ബഷാറുൽ അസദിനെ പടിയിറക്കിയാണ് മറ്റൊരു മുസ്ലിം അവിടെ അധികാരത്തിലെത്തുന്നത്. അവിടെ നമ്മൾ കാണുന്നത് എന്താ? മതപരമായ ഐക്യമുണ്ട്. അപ്പോൾ മതപരമായ ഐക്യം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ? ബഷാറുൽ അസദും സെക്യുലറിസ്റ്റായിരുന്നു, ഏകാധിപതിയായിരുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ 1996 അധികാരത്തിൽ ഈ മുല്ല ഉമറും അദ്ദേഹത്തിൻ്റെ സംഘമായ താലിബാനും അവിടെ അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് ഡോക്ടർ നജീബുല്ലയാണ്. നജീബുല്ല കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായ ഭരണാധികാരിയായിരുന്നു. ആ നജീബുല്ലയെ വധിച്ച് തെരുവിലൂടെ ജഡം വലിച്ചു കൊണ്ടുപോയി താലിബാൻ മുസ്ലിങ്ങളാണ്. താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ പേരാ. വിദ്യാർത്ഥികൾ എന്ന ആ താലിബാൻ എന്ന വാക്കിന്റെ അർത്ഥം അവർ മുസ്ലിങ്ങളാ. ആ മുസ്ലിങ്ങളാണ് ഡോക്ടർ നജീബുല്ല എന്ന മറ്റൊരു മുസ്ലിമിനെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ ജഡം വലിച്ചു കൊണ്ടുപോകുന്നത്. മതപരമായിട്ടുള്ള ഐക്യം നമ്മൾ അവിടെയൊക്കെ കാണുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ എന്തിൻ്റെ പക്ഷത്ത് നിൽക്കണം? മതഭരണവാദത്തിൻ്റെ പക്ഷത്ത് നിൽക്കാതിരിക്കുകയും മതേതരത്വത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയും വേണം. ഇതിലെല്ലാം അവസാനിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് അത് മാത്രമാണ് കുഴപ്പം എന്ന് വിചാരിക്കുന്നത് ശരിയാവില്ല. ഇപ്പോൾ നമുക്ക് ഭാരതത്തെ പറ്റി ഒരുപാട് മഹത്തായ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇതേ ഭാരതത്തിൽ ജനിച്ചയാളാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ എന്ന ആ സന്യാസി വര്യൻ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളത്തിൽ വന്ന് പറഞ്ഞത് എന്താ? കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നാണ്. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് ഹിന്ദു സന്യാസിയായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേരളത്തിലെ മതഭ്രാന്ത് കണ്ടല്ല, കേരളത്തിലെ ജാതിഭ്രാന്ത് കണ്ടാ പറഞ്ഞത്. കേരളത്തിലെ കീഴ്ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ഹിന്ദുക്കൾ എങ്ങനെയൊക്കെ മേൽജാതിക്കാരെന്ന് പറയപ്പെടുന്ന ഹിന്ദുക്കളാൽ ദ്രോഹിക്കപ്പെടുന്നു, അവർ എങ്ങനെ അസ്പൃശ്യത കൽപ്പിക്കപ്പെട്ട് അയിത്തം കൽപ്പിക്കപ്പെട്ട് സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു തുടങ്ങിയ അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമായ കാര്യങ്ങൾ കണ്ട് മനസ്സ് വെന്താണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഭാരതം എന്നൊക്കെ പറയുന്ന അത്ര മഹത്തായിട്ട് ഉള്ളൊരു സാധനം നമ്മൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് കാണണം കാര്യങ്ങളെ, വികാരപരമായിട്ട് കാണരുത്, ഒബ്ജക്റ്റീവായിട്ട് കാണണം. മനുഷ്യാവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് എന്നത് ഏറ്റവും മനോഹരമായ പദപ്രയോഗമാണ്. പക്ഷേ അത് അടുത്ത കാലത്തല്ലേ വന്നത്? 1948 അപ്പോഴാണല്ലോ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം UN ആ പ്രഖ്യാപനം നടത്തുന്നത്. ഏതെങ്കിലും മതത്തിൽ, നമുക്ക് മതങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഉദ്ഘോഷിക്കാം, നല്ല മതമാണെന്നൊക്കെ പറയാം. പക്ഷെ ലോകത്തിലുണ്ടായിട്ടുള്ള ഏത് മതത്തിലാണ് നിങ്ങൾ മനുഷ്യാവകാശങ്ങൾ എന്ന ഒരു പ്രയോഗം കാണിച്ചു തരിക? ഹിന്ദു മതത്തിലുണ്ടോ? ഇസ്ലാം മതത്തിലുണ്ടോ? ക്രിസ്തു മതത്തിലുണ്ടോ? ജൈന മതത്തിലോ? ഒന്നിലുമില്ല. ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു പദപ്രയോഗം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ആധുനികമായിട്ടുള്ള കാലത്ത്, ആധുനിക കാലഘട്ടത്തിൽ വന്നതാണ്. സെക്യുലറിസം പോലെ, സെക്യുലറിസം പഴയ കാലത്തൊന്നുമില്ല. സെക്യുലറിസം എന്ന കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു 17-18 നൂറ്റാണ്ടിന് ശേഷം വരുന്നതാണ്. അപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന ഒരു കൺസെപ്റ്റിൽ ആണ്
മതാതീതമായ മാനവ സാഹോദര്യം എന്ന ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് മതാതീതമായ സാഹോദര്യമാണ്. നമ്മുടെ മതത്തിൽ മതാതീതമായ സാഹചര്യം ഉണ്ട് എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാം. പക്ഷേ നമ്മൾ പ്രയോഗത്തിൽ കണ്ടിട്ടില്ല ഒരിക്കലും. എപ്പോഴും മതത്തിൻ്റെ പേരിലുള്ള ലഹള എന്ന് പറയുമ്പോൾ ഒരു മതം മറ്റേ മതത്തെ ആക്രമിക്കുന്നത് മാത്രമല്ല സംഭവിക്കുന്നത്. എല്ലാ മതങ്ങളിലും ആ മതത്തിൽപ്പെട്ട ലിബറൽ ചിന്താഗതിക്കാരെ എക്കാലത്തും മതാധികാരികൾ വേട്ടയാടിയിട്ടുണ്ട്. അങ്ങനെ ലിബറൽ ചിന്താഗതിക്കാർ ആധുനിക കാലത്ത് 10-20 വർഷം മുമ്പ്, 10-20 വർഷം പോലും ആയിട്ടില്ല, 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഹൈന്ദവ സമൂഹത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉദാഹരണമാണ് പൂനെയിലുണ്ടായിരുന്ന മഹാരാഷ്ട്രക്കാരനായ നരേന്ദ്ര ധബോൽക്കർ. 2013 ധബോൽക്കർ കൊല്ലപ്പെടുന്നത്. ധബോൽക്കർ ഹിന്ദു മതത്തിനകത്ത് പരിഷ്കരണം വേണം എന്നാവശ്യപ്പെട്ട ഒരു റേഷണലിസ്റ്റ് ചിന്തകനായിരുന്നു. കൊന്നതാരാ? മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളല്ല. അദ്ദേഹത്തെ കൊന്നത് ഹിന്ദു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളാണ്. പ്രൊഫസർ എം ഖൽബുർഗി കർണാടകക്കാരനാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിലെ മതപരിഷ്കരണ ജാതി പരിഷ്കരണവാദിയായിരുന്നു. കൊലപ്പെടുത്തിയതാരാ? മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളല്ല, ഹിന്ദു സമൂഹത്തിലെ തീവ്രവാദികളാണ്. അതുപോലെ ഗോവിന്ദ് പൻസരെ മഹാരാഷ്ട്രക്കാരൻ കൊലപ്പെടുത്തിയതാരാ? ഈ പറഞ്ഞ ഈ അഹിന്ദുക്കളൊന്നുമല്ല, ഹിന്ദു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാ. ഗൗരി ലങ്കേഷ് ഹിന്ദുവാ, കൊലപ്പെടുത്തിയതാരാ? അതായത് ഏത് മതസമുദായത്തിലും പ്രവർത്തിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരെപ്പോഴും വേട്ടയാടപ്പെട്ടു പോന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇത് ഈ പറയുന്ന മാറ്റമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പുരോഗമനവാദികളായിട്ടുള്ള എത്ര ബ്ലോഗർമാർ കൊല്ലപ്പെട്ടു? ഒക്കെ മുസ്ലിങ്ങളാണ്. എത്രയോ എഴുത്തുകാർ കൊല്ലപ്പെട്ടു. കാരണം ഇസ്ലാമിസത്തെ വിമർശിക്കുന്നവരെ അവർ കൊലപ്പെടുത്തും. ഇസ്ലാമിസം എന്ന് പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ഇസ്ലാമിസത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ മൗലാന മൗദൂദി. മുസ്ലിം ബ്രദർഹുഡ് 1928 അതിനു മുമ്പ് ഈജിപ്തിൽ നിലവിൽ വന്ന സംഘടനയാണ്. ആ സംഘടനയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആ സംഘടനകളുടെയൊക്കെ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ട് പിൽക്കാലത്ത് ഉയർന്നു വന്ന സംഘടനകളിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ് അൽ ഖ്വയ്ദയും ISIS-ഉം. അതുപോലെ ഒരുപാട് സംഘടനകളുണ്ട് ഈ മുസ്ലിം സമൂഹത്തിനുള്ളിൽ. ഇവരാരെയാ വേട്ടയാടുന്നത്? ആരെയാ കൊല്ലുന്നത്? അവർ മതം നോക്കിയല്ല കൊല്ലുന്നത്. ലിബറൽ ചിന്താഗതിക്കാരായ മുസ്ലിങ്ങൾ അവർ കൊന്നൊടുക്കുന്നു. മതം നോക്കി കൊല്ലുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ശത്രു അതാത് മതത്തിലെ ലിബറൽ ചിന്താഗതിക്കാരാണ്. ഹിന്ദുക്കൾക്കിടയിൽ ധാരാളം ലിബറൽ ചിന്താഗതിക്കാരുണ്ട്. അതേസമയം നാം സമ്മതിക്കണം, ഹിന്ദുക്കൾക്കിടയിൽ ഒരു ന്യൂനപക്ഷമാണെങ്കിലും ഇലിബറൽ ചിന്താഗതിക്കാരുമുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ലിബറൽ ചിന്താഗതിക്കാരുണ്ട്, ന്യൂനപക്ഷമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ വളരെ വലിയ ഒരു ഭൂരിപക്ഷം ഇലിബറൽ ചിന്താഗതിക്കാരാണ്. ഉദാരമനസ്കരായിട്ടുള്ള ഹിന്ദുക്കളും ഉദാരമനസ്കരായിട്ടുള്ള മുസ്ലിങ്ങളും ഉദാരമനസ്കരായിട്ടുള്ള ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ എല്ലാ മതങ്ങളിലും പെട്ട വലിയൊരു വിഭാഗം അങ്ങേയറ്റം അനുദാര ചിന്താഗതിക്കാരാണ്, ഇലിബറൽ ചിന്താഗതിക്കാരാണ്. അവരെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോൾ ബംഗ്ലാദേശിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ വെച്ച് പറയുകയാണെങ്കിലും ഞാൻ പറയുക, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ അവിടെ രാഷ്ട്രീയ മതക്കാരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. ഇന്ത്യയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പറയുന്ന അതേ രൂപത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ബർമയിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് സംസാരിക്കാതിരുന്നത്? കഴിഞ്ഞ 8-10 വർഷമായിട്ട് ബർമയിൽ, മ്യാൻമറിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെട്ടതുപോലെ മറ്റൊരു ജനവിഭാഗം അടുത്ത കാലത്ത് ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ടോ? എത്ര ലക്ഷക്കണക്കിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾ അവിടെ മരണമടഞ്ഞു. രക്ഷപ്പെടാൻ കപ്പൽ വഞ്ചി കയറി പോരുക കടലിലൂടെ, അവിടെ ചത്തുപോകുന്ന എത്രയോ ആൾക്കാർ, എത്തിയാലോ എവിടെയും അഭയം കിട്ടാത്ത ആൾക്കാർ.
നമ്മൾ മനുഷ്യാവകാശ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് റോഹിംഗ്യകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ. അവസാനിപ്പിക്കുകയാണ് ഞാൻ, കാരണം സമയം കഴിയുകയാണ്. ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയും. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമാണ് ഈ മൂന്ന് രാജ്യങ്ങളും. ഈ മൂന്ന് രാജ്യങ്ങളിലും ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, സിഖുകാരുണ്ട്, പാർസികളുമുണ്ട്. ഈ ജനങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ബുദ്ധമതക്കാരും പാർസികളും സിഖുകാരും ഒക്കെ ഞാൻ പറയുക ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഹിന്ദുക്കളും അഹിന്ദുക്കളും കൾച്ചറൽ ബ്രദേഴ്സ് ആണ് എന്നാണ്. സാംസ്കാരിക സഹോദരന്മാരും സാംസ്കാരിക സഹോദരിമാരുമാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൾച്ചറൽ ബ്രദേഴ്സ് ആൻഡ് കൾച്ചറൽ സിസ്റ്റേഴ്സ് ആണെന്ന് നാം മനസ്സിലാക്കണം. കൾച്ചറലി വി ആർ നോട്ട് വെരി ഡിഫറെൻറ്റ്. എന്ത് ഡിഫറൻസാണ് ഉള്ളത് കൾച്ചറലി? നമ്മുടെ അനുഷ്ഠാനങ്ങളിലൊക്കെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടാകാം. പക്ഷേ നിങ്ങളൊരു പാശ്ചാത്യ രാജ്യത്ത് പോയി നോക്കുക, അപ്പോഴാണ് മനസ്സിലാവുക ഇന്ത്യയിൽ നിന്ന് വരുന്നൊരു മുസ്ലിമും ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ഹിന്ദുവും അവിടെ എത്തുമ്പോൾ അവർക്ക് സാംസ്കാരികമായ അടുപ്പം കൂടുതൽ തോന്നുന്നു. കാരണം നമ്മളുമായിട്ട് സാംസ്കാരികമായിട്ട് ഏറെ അകലെ നിൽക്കുന്നവരായിരിക്കും റഷ്യക്കാർ, അല്ലെങ്കിൽ അമേരിക്കക്കാർ, അല്ലെങ്കിൽ അപ്പുറത്ത് യൂറോപ്യന്മാരൊക്കെ സാംസ്കാരികമായിട്ട് നമ്മളുമായിട്ട് ഏറെ അകലെ നിൽക്കുന്നവരായിരിക്കും. പക്ഷേ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഹിന്ദുക്കളും അഹിന്ദുക്കളും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സാംസ്കാരിക സഹോദരന്മാരാണ് എന്ന കാഴ്ചപ്പാട് പുലർത്തുവാൻ കൂടി ഈ മനുഷ്യാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സെമിനാർ നടക്കുന്ന ഈ വേളയിൽ നാം മനസ്സിൽ വെക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.